കാന്താര കാട്ടിന്റെ ആ പഴയ കൊട്ടാരം. അതിനകത്ത് എവിടെ നോക്കിയാലും ഇരുട്ടായിരുന്നു. ശ്വാസം നിലയ്ക്കുന്നത് പോലെ രോഹിത് ആ കൊട്ടാരത്തിനകത്ത് നിൽക്കുകയായിരുന്നു. പേടിയോടും കുഴപ്പത്തോടും ആയിരുന്നു. ഒരു വയസ്സായ ആൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. കൊട്ടാരത്തിനകത്തു നിന്നും അവനെ ആംഗ്യം കാണിച്ച് വിളിക്കുകയായിരുന്നു. ബാബ, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റോണിത്, ഞാൻ പറയുന്നത് കേൾക്ക്. ആ കൊട്ടാരത്തിന്റെ അകത്ത് പോയില്ല മോനെ. അവനൊന്നും മനുഷ്യനല്ല, അത് ഒരു ആത്മയുടെ നിഴലാണ്. റോണിത് ആഴ്ന്ന് ചിന്തിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്. പിന്നെ ആ വയസ്സായ ആൾ ഒറ്റ നിമിഷം കൊണ്ട് ആ വെളിച്ചത്തിൽ മാഞ്ഞുപോയി. മുത്തശ്ശ, ബാബ, ഇത് എന്തൊരു അതിശയമാണ്. എൻ്റെ മുത്തശ്ശൻ എവിടെ മാഞ്ഞുപോയി? അത് നിന്റെ മുത്തശ്ശനൊന്നും അല്ല, അത് ഒരു വേതാളമാണ്. സൂര്യന്റെ ആദിത്യ പ്രകാശം അതിന്റെ ശക്തിയെ പറിച്ചു, എന്നിട്ട് അത് മാഞ്ഞുപോയി. പക്ഷെ അതിനെ കാണാൻ എന്തുകൊണ്ട് എന്റെ മുത്തശ്ശനെ പോലെ ഉണ്ടായിരുന്നു? ഇതിന്റെ പുറകിൽ ഒരു വലിയ കഥ തന്നെ ഉണ്ട്. എന്നോടൊപ്പം എന്റെ ആശ്രമത്തിലേക്ക് വാ, അവിടെ നിനക്ക് ഞാൻ എല്ലാം പറയും. റോണിത്, റിയ പിന്നെ ഷമീർ ഭാവിയെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ചെന്നു. അവിടെയാണ് കാന്താരയുടെ ഭയങ്കരമായ രഹസ്യം അറിയാൻ പോകുന്നത്. ബാവയുടെ ആശ്രമത്തിൽ റോണിത്, റിയ പിന്നെ ഷമീർ അദ്ദേഹത്തിന്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. ബാവ കാന്താര കാടിന്റെ ഭയങ്കരമായ ആ രഹസ്യ കഥ പറയാൻ പോവുകയാണ്. റോണിത്, നിന്റെ മുത്തശ്ശൻ നാരായണൻ മൂർത്തി ദൈവം കാന്താരാവിന്റെ വലിയ ഭക്തനായിരുന്നു. മൂർത്തി നാരായൺ ദൈവം കാന്താര ക്ഷേത്രത്തിനു മുൻപ് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പൂജാപാത്രം ഉണ്ടായിരുന്നു. അതിൽ ദീപം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വശത്തും കാട്ടിലെ ജീവജാലങ്ങൾ, മാൻ, മയിൽ, പാമ്പ്, എന്തിനു പറയണം, പുലിയും സിംഹവും പോലും ശാന്തമായിരിക്കുകയായിരുന്നു. ദൈവം കാന്താരയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് പോലെ. അവിടെ താമസിക്കുന്നവരും ഗ്രാമത്തിലെ ജനങ്ങളും ഒരു റൗണ്ടായി നിൽക്കുകയായിരുന്നു. ഭക്തിയിൽ മൂழ்കിയിരുന്നു. ദൈവം കാന്താരാവേ, കാടിന്റെ സ്വാമി, ഈ ഭൂമിയുടെ രക്ഷകൻ, നിങ്ങളുടെ ഭക്തர்களെയും ഈ കാട്ടിനെയും പിന്നെ ഇവിടെ ഉള്ള ജീവരാശികളെയും നിങ്ങളുടെ ശക്തി കൊണ്ട് രക്ഷിക്കൂ. മൂർത്തി നാരായണൻ മന്ത്രങ്ങൾ ജപിച്ചു. വിളക്കിന്റെ വെളിച്ചം കാടിന്റെ ഇരുട്ട് കീറി മുറിക്കുകയാണ്. ക്ഷേത്രത്തിലെ ശില്പങ്ങളുടെ കണ്ണുകളിൽ ജീവൻ വന്നതുപോലെ തോന്നുന്നു. ആ സമയത്ത് ഈ കാട്ടിന്റെ അകത്ത് ഒരു ഭയങ്കരമായ വേതാളവും ഉണ്ടായിരുന്നു. നിന്റെ മുത്തശ്ശന്റെ ഭക്തിയുടെ ശക്തി കാരണം അതുകൊണ്ട് ഏതൊരു ജീവരാശിയെയും ബാധിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം ശരിയായ നേരം കണ്ട് മൂർത്തി നാരായണനെ അത് താക്കി. മൂർത്തി നാരായണൻ തന്റെ ആശ്രമത്തിന് പുറത്ത് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ചില്ല കുടുങ്ങി മുറിഞ്ഞത്. അദ്ദേഹത്തിന്റെ കാൽ അങ്ങനെ പൊട്ടിയപ്പോൾ വേതാളത്തിന്റെ കണ്ണുകൾ ചുമന്ന് ഇരുട്ടത്തിൽ തിളങ്ങാൻ തുടങ്ങി. അത് ഹരിചന്ദ്രന്റെ മേലേക്ക് ചാടി വീണു. പിന്നെ തന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് കടിച്ചു മുറിച്ചു. രക്തം അങ്ങനെ ആ കാട് മുഴുവൻ ഒഴുകി വന്നു. പക്ഷേ ബാബ, എൻ്റെ മുത്തശ്ശൻ അങ്ങനെ മരിച്ചു പോയാൽ ആ വേതാളത്തിനെ കൊണ്ട് എങ്ങനെ അവരെ പോലെ തന്നെ മാറാൻ പറ്റും? അത് നിന്റെ മുത്തശ്ശന്റെ മരിച്ച ശരീരത്തിൽ ഉള്ളേക്കേറി, എന്നിട്ട് അദ്ദേഹമായി മാറിപ്പോയി. അത് അവരുടെ രൂപം കൊണ്ടാണ് മക്കളെ പറ്റിക്കുന്നത്. കഥ കേട്ടുകൊണ്ടിരുന്ന് സമയം വൈകുന്നേരമായി. സൂര്യൻ മറഞ്ഞതും തന്നെ കാട്ടിൽ ഭയങ്കരമായ ശബ്ദങ്ങൾ, മൂങ്ങ വിളിക്കുന്ന ശബ്ദം, ഇലകളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. റോണിത്, റിയ പിന്നെ ഷമീർ പേടിച്ച് ഉറഞ്ഞിരിക്കുകയായിരുന്നു. പേടിക്കാനുള്ള ആവശ്യം തന്നെയില്ല. എന്റെ ആശ്രമം പവിത്രമായിട്ട് സുരക്ഷിതയോടുണ്ട്. ആ വേതാളത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ ഓർമ്മിച്ചോളൂ, എവരും പുറത്തു പോകാൻ പറ്റില്ല. ഈ കോഡുകൾ താണ്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിന് പ്രശ്നമുണ്ടാവും. വേതാളമും പിന്നെ വ്യത്യാസമായി പ്രവർത്തിക്കുന്ന ആ ചെറുക്കനും ആശ്രമത്തിനെ ചുറ്റി ചുറ്റി വന്നു. വേതാളം ആ ആശ്രമത്തിനകത്തേക്ക് കയറാനായി ശ്രമിച്ചു. പക്ഷെ ആ വരയുടെ ശക്തി കാരണം അത് കത്താൻ തുടങ്ങി. എന്നെ കൊണ്ട് ഈ ആശ്രമത്തിന്റെ അകത്ത് പോകാൻ പറ്റില്ല. പക്ഷേ നിന്നെ കൊണ്ട് പോകാൻ പറ്റും, കാരണം നീ ഒരു മനുഷ്യൻ. ഓ, ആ കോഡുകളെ അഴിച്ചേക്ക്, അതിനുശേഷമാണ് എന്നെ കൊണ്ട് ഉള്ളിൽ പോകാൻ പറ്റും. ആ ചെറുക്കൻ ആർക്കും അറിയാതെ വീട്ടിനകത്തേക്ക് കയറി. അപ്പോഴാണ് റിയ അവനെ കണ്ടത്. ബാവാ, ആ ചെറുക്കൻ അവനാണ്. വ്യത്യാസമായി നടന്നില്ലേ അവൻ? സൂക്ഷിച്ചിരിക്കണം, അവൻ ആ കോഡുകളെ അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വേതാളം ആശ്രമത്തിനകത്തേക്ക് കയറിയത്. അതിന്റെ കണ്ണുകൾ ചുവന്നു തുടിക്കാൻ തുടങ്ങി. പിന്നെ അത് ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. വേതാളം രോഹിത്തിന്റെ മേലിലേക്ക് ചാടി വീണു. പക്ഷേ ബാവ അതിന്റെ മേലിലേക്ക് ഭസ്മമെറിഞ്ഞ് അവനെ രക്ഷിച്ചു. വേതാളം ഷമീറിന്റെ കാലിൽ പിടിച്ച് പഴയ കൊട്ടാരത്തിലേക്ക് വലിച്ചുകൊണ്ട് ഓടി. ബാബ, എന്റെ ഫ്രണ്ടിനെ രക്ഷിക്കൂ.
എന്നെ കൊണ്ട് വേതാളത്തിന്റെ പിടിയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ പറ്റില്ല. അവൻ രക്ത വേതാളത്തിന് 108 ബലികൾ ഇടാൻ പോകുന്നത് 106 ബലികൾ ഇട്ടു. ഒരു പക്ഷേ 108 പൂർത്തിയായാൽ അവൻ വളരെ ശക്തിശാലിയായി മാറിപ്പോവും. അതിനുശേഷം എന്നെ കൊണ്ടും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ഓടിക്കോളൂ, നിങ്ങളുടെ ജീവൻ രക്ഷിച്ചോളൂ. ഇല്ല ബാബ, ഒരു പക്ഷേ എന്റെ സുഹൃത്തുക്കൾ ചത്തുപോയാൽ ഞാൻ ഏത് മുഖത്തോടെ എന്റെ വീട്ടിലേക്ക് പോവും? ഞാൻ ഇവിടെ എന്റെ പ്രോജക്ട് ലീഡ് ചെയ്യാനായിട്ട് വന്നു. പക്ഷേ എന്നെ കൊണ്ട് എന്റെ സുഹൃത്തുക്കളെയും രക്ഷിക്കാൻ പറ്റില്ല. രോഹിത് തന്റെ കൂട്ടുകാർക്ക് വേണ്ടി കരഞ്ഞു കരഞ്ഞ് മയങ്ങി താഴേക്ക് വീണു. രോഹിത് എണീറ്റതേയില്ല. അവൻ മയങ്ങിയിരുന്നു. പിന്നെ അവൻ വീണ്ടും ഒരു ഭയങ്കരമായ സ്വപ്നം കാണാൻ തുടങ്ങി. കാന്താരയുടെ വലിയ കാട്ടിനകത്ത് ഒരു പഴയ കൊട്ടാരം. അത് ഇടിഞ്ഞു പൊളിഞ്ഞിരുന്നു. പിന്നെ ആരോ ഭയങ്കരമായ ശബ്ദം കൊണ്ട് രോഹിത്തിനെ വിളിക്കുകയാണ്. റോണിത്, റോണിത്, റോണിത്. രോണിത് പേടിച്ച് എണീറ്റു. പേടി കൊണ്ട് അവന്റെ ശ്വാസം നിലച്ചുപോയി. റോണിത്, മോനെ, നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് ഒരു കാര്യവും മനസ്സിലായിട്ടില്ല. ബാബ ഓരോ പ്രാവശ്യവും ആ പഴയ കൊട്ടാരത്തിന്റെ സ്വപ്നം എന്തിനാ എനിക്ക് മാത്രം വന്നുകൊണ്ടേയിരിക്കുന്നു? എനിക്കും ഇതിനും എന്താണ് സംബന്ധമുള്ളത്? രോണിത് പറഞ്ഞത് കേട്ട് ബാബ ചിരിച്ചു. ബാബ, ഞാൻ ഇവിടെ വിഷമത്തിലായിരിക്കുന്നു. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഇത് വളരെ സന്തോഷമായ കാര്യമാണ് റോണിത്. ദൈവം കാന്താര അദ്ദേഹം തന്നെ നിന്നെ വിളിക്കുന്നു. നീ പേടിക്കുന്നത്. പക്ഷേ നിജം പറയണമെങ്കിൽ ഇത് അവരുടെ ഇഷ്ടമാണ്. ദൈവം കാന്താരയോ? പക്ഷെ അദ്ദേഹം എന്തിനാണ് ആ പഴയ കൊട്ടാരത്തിൽ? അവിടെ വേതാളമല്ലേ ഉള്ളത്? ദൈവം കാന്താരയുടെ ശില്പത്തിനെ ആ വേതാളം തടവിലാക്കിയിരിക്കുന്നു. ആരും ആ ദൈവത്തിനെ പൂജിക്കാൻ പറ്റില്ല എന്ന് കാന്താര തന്റെ ഭക്തർകളെ അവർ തന്നെ വിളിക്കും. നീ ചെല്ല്, അദ്ദേഹം നിന്നെ വിളിക്കുന്നു. പക്ഷേ ബാബ, അവിടെ വേതാളമുണ്ടല്ലോ. നീ നിന്റെ സുഹൃത്തിനെ രക്ഷിക്കണമെങ്കിൽ ആ ദൈവം കാന്താരയുടെ പാദത്തിലേക്ക് പോകണം. ബാബ പറഞ്ഞത് കേട്ടിട്ട് റോണിത്തും റിയയും അദ്ദേഹത്തോടൊപ്പം ആ പഴയ കൊട്ടാരത്തിലേക്ക് ചെന്നു. രാത്രി ഇരുട്ട്. റോണിത്തും റിയയും ആ ബാവയോടൊപ്പം പഴയ കൊട്ടാരത്തിനകത്തേക്ക് കയറി. അവിടെ ആ വേതാളം ചിറക് വേതാളത്തിന്റെ ശില്പത്തിനു മുൻപിൽ മന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭസ്മം കൊണ്ട് ചെയ്യപ്പെട്ട തലകീഴായ ത്രികോണം, പിന്നെ അതിന്റെ നടുക്ക് ഷമീറും പിന്നെ ആ വിചിത്രനായ ചെറുക്കനും കിടക്കുകയാണ്. ജംഗിൾ സന്നാദതി ശക്തി ദേഹിനേ സ്വാമിന്നാഗച്ഛതി ഭയങ്കരഃ. തന്റെ കൂട്ടുകാരന്റെ ഈ അവസ്ഥ കണ്ടിട്ട് റോണിത്തിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ബാവ അവനോട് ശാന്തമായി ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. 3 പേരും ശാന്തമായി ആ കൊട്ടാരത്തിനകത്ത് ഭഗവാൻ കാന്താരയുടെ ശില്പം തേടാൻ തുടങ്ങി. അവസാനം ഒരു മുറിക്കകത്തു നിന്നും ആ ശില്പം കിട്ടി. ഇതാണ് ദൈവം കാന്താരയുടെ ശില്പം. റോണിത്, പൂജയ്ക്ക് വേണ്ടി ഏർപ്പാടുകൾ ചെയ്യൂ. വേതാളം മന്ത്രത്തിൽ മൂழ்കിയിരിക്കുകയാണ്. പക്ഷെ ആ കൊട്ടാരത്തിനകത്ത് ആരോ കേറിയത് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. അദ്ദേഹം തന്റെ സ്ഥലത്തു നിന്നും എണീറ്റു. പിന്നെ കാറ്റത്ത് പറന്നതുപോലെ ആ മുറിക്കകത്തേക്ക് കേറി. അവിടെയാണ് റോണിത്തും റിയയും ഉള്ളത്. വേതാളം അവരെ കണ്ടതും ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. ബാബ, ഞങ്ങളെ രക്ഷിക്കൂ. ബലിയിടാൻ ഒരാള് കുറവായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ താനായിട്ട് 3 പേര് വന്ന് നിൽക്കുന്നു. വേതാളം റോണിത്തിന്റെ കഴുത്തിൽ പിടിച്ച് അവനെ മുകളിലേക്ക് പൊക്കി. റോണിത്തിന്റെ കഴുത്തിൽ നിന്നും രക്തമൊലിക്കാൻ തുടങ്ങി. ഭഗവാൻ കാന്താരയുടെ ശില്പത്തിൽ അത് ചെന്ന് വീണു. രക്തം ആ ശില്പത്തിൽ കൊണ്ടതും തന്നെ റോണിത് ഭഗവാൻ കാന്താരയുടെ രൂപത്തിൽ മാറി. ഇത് കണ്ടതും വേതാളം പേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. ഭഗവാൻ കാന്താര അദ്ദേഹത്തിന് പുറകെ ഓടി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും വന്ന ആ പ്രകാശം വേതാളത്തെ കത്തിച്ച് ചാമ്പലാക്കി മാറ്റി. വേതാളം കത്തിയതും തന്നെ ഷമീറും ആ വിചിത്രനായ ചെറുക്കനും കണ്ണു തുറന്ന് എണീറ്റു. നമസ്കാരം സ്വാമി, എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ. വേതാളം അങ്ങനെ നശിച്ചതിനു ശേഷം റോണിത് തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചെത്തി. ബാവാ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. വേതാളം എന്തിനാണ് ആ ചെറുക്കനെ ബലി കൊടുക്കാൻ നോക്കിയത്? അവനൊരു മനുഷ്യനേ അല്ല. അവൻ ഒരു മനുഷ്യനാണ്. ചെറുപ്പത്തിൽ അവൻ ഈ കാട്ടിൽ തന്റെ അച്ഛനെയും അമ്മയെയും അവൻ പിരിഞ്ഞു. വേതാളം അവനെ തന്റെ സേവയ്ക്ക് വേണ്ടി വെച്ചു. അവനോടൊപ്പം ഇരുന്ന് വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആ വേതാളം അവനെയും ബലിയിടാനായിട്ട് നോക്കി. ഇപ്പോൾ അവനും വിടുതല കിട്ടി. താങ്ക് യു സാർ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാനല്ല, ബാബയാണ് രക്ഷിച്ചത്. പക്ഷേ രാഹുലിനെയും വിക്രമനെയും രക്ഷിക്കാൻ പറ്റില്ല. അതിനു വേണ്ടി എന്നെ ക്ഷമിക്കാൻ പറ്റില്ലായിരുന്നു. റോണിത്തും റിയയും കാന്താരയുടെ കാട്ടിൽ നിന്നും തിരികെ വന്നു. പക്ഷേ റോണിത്
തന്റെ മുത്തച്ഛനെ പോലെ ഭഗവാൻ ഗാന്ധാരിക്ക് പൂജ ചെയ്യാൻ വേണ്ടി ആ കാട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി.